അതിനകത്ത് അത് ശരിയുമാണല്ലോ. PFI തന്നെയാണ് SDPI എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് വലിയൊരു ചർച്ച വേണ്ടി വരികയില്ല. പക്ഷെ നിങ്ങൾക്ക് ശരിയാണ്, ഒരു നിരോധിത സംഘടനയിൽ പെട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾ എന്ന് പറയുവാനായിട്ട് SDPIക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഈ PFI ഫണ്ടുകൾ ഏത് രീതിയിൽ SDPIയിലേക്ക് വന്നിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അതിൽ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് PFIയും SDPIയും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. അതായത് IFF അല്ലേ, അതുപോലെ തന്നെ ISF എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത്. റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് PFIയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ PFIയുമായി ബന്ധമില്ല എന്ന് പറയുന്നത് 2 വർഷമായി PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിരോധിച്ചിരിക്കുകയാണ്. ഈ 2 വർഷവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പം പിന്നെ ഏതെങ്കിലും നിരോധിച്ച സംഘടനയുടെ പിൻബലത്തിലാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് ഈ പാർട്ടി തളർന്നു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകാം, ഈ കഴിഞ്ഞ 2 വർഷം നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ ഒരു ഒന്നുമില്ലാതിരുന്നിട്ട് പോലും ഈ പാർട്ടി വളരെ ശക്തമായി ഇതിനു ശേഷം നടന്ന ഇലക്ഷനുകളിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം തൊട്ടടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പാങ്ങോട് പഞ്ചായത്തിൽ പുലിപ്പാറ വാർഡ് അന്നതടക്കം കേരളത്തിലെ, ഇന്ത്യയിലെ, കർണാടകയിലടക്കം പലയിടത്തും വിജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സംഘടനയുടെ കീഴിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അലയൻസ് ചെയ്തോ വന്ന പാർട്ടിയല്ല. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയുകയും രാജ്യത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓടി നടക്കുമ്പോൾ ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി അത് വിശപ്പാണ്, അത് രാജ്യത്തെ ഭയമാണ് എന്ന് കൃത്യമായി അറിവുണ്ടാവുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതിരുന്നവർ രൂപം കൊടുത്തൊരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് വന്നവർ വ്യത്യസ്ത രാഷ്ട്രീയ ഘടനകളിൽ പ്രവർത്തിച്ചവരുണ്ട്, വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിച്ചവരുണ്ട്. ഇവരൊക്കെയും ഈ പാർട്ടിയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന നമ്മൾ സഹായിച്ചിട്ടാണോ നമ്മൾ അങ്ങനെയൊന്നുമല്ല. രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ഭരണഘടനയുണ്ട്, അതിനെ പണം സമ്പാദിക്കാനുള്ള അതിൻ്റെ മാർഗമുണ്ട്, അതൊക്കെയും സുതാര്യമാണ്. ഇപ്പൊ തന്നെ ഇപ്പോൾ ഈ വന്നേക്കുന്ന EDയുടെ കണക്കുകളിൽ പറയുന്നതെല്ലാം PFIയെ നിരോധിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങളാണോ? അപ്പോൾ ആ സമയത്ത് PFIയും SDPIയും ഒന്ന് തന്നെയായിരുന്നുവല്ലോ അല്ലേ? ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. PFIയുടെ രാഷ്ട്രീയ സംഘടനയായിരുന്നു, രാഷ്ട്രീയ പാർട്ടിയായിരുന്നു SDPI. അല്ല, നമ്മൾ ED പറയുന്ന വാക്കുകൾ നമ്മൾ മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യാൻ കഴിയില്ല. EDയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പോലും വിമർശിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ്. നമുക്കറിയാം, അത് കൃത്യമായി RSSന്റെ ചെപ്പടിക്ക് വിധേയമാകുന്ന, RSS നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ്. പക്ഷേ അതിൽ നമുക്ക് പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം നമ്മുടെയും കൂടി നികുതിപ്പണം എടുത്തുകൊണ്ടാണ് ED സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സുതാര്യമാകണം. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതി അതാ പറഞ്ഞത്. സുപ്രീം കോടതി വളരെ രൂക്ഷമായി മനോജ് സിസോദിയത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്താ, ഇത് ഏണിയും പാമ്പും കളിക്കുന്ന പണിയല്ല, നിങ്ങൾ കൃത്യമായി എവിഡൻസ് ഉണ്ടാകണം, ഇത് നിങ്ങൾ പറയുന്നത് അത് അത് തെളിവാണ് എന്ന് അല്ലെങ്കിൽ സത്യമാണെന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അല്ലാതെ ഒരു പൗരനെ പിടിച്ച് ജയിലിലിടുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പോലും പറയുന്ന ഒരു ED പറഞ്ഞ എന്തോ ഒരു നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് പറയുകയാണ്. അങ്ങനെ എന്തോ ഒരു നോട്ടീസാണോ? ഇപ്പോൾ PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അത് PFI ഓഫീസിൽ നടത്തിയ, ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ റെയ്ഡിൽ ED പിടിച്ചെടുക്കുന്നു. അവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാര്യം എന്താണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്ന ആ ഒരു ഡോക്യുമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ ഈ പാർട്ടി എന്ന് പറയുന്നത് SDPI അല്ലാതെ മറ്റാരാണ്? അതിൽ തന്നെ വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ എന്ന് പറയുന്നുണ്ട്. ജിഹാദിനെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ PFIയുടെ. അതിൽ തന്നെ മറ്റൊരു സെന്റൻസ് ആയിട്ട് വി ഗീവ് ടോപ്പ് പ്രയോറിറ്റി ടു ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി, പാർട്ടി ആൻഡ് ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് ആർ വേസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. അതായത് PFIയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിയും മറ്റ് സംഘടനകളും ഉള്ളത്. ആ പാർട്ടി എന്ന് പറയുന്നത് SDPI ആണെന്നാണല്ലോ. ഓക്കെ, പാർട്ടിനെ പറഞ്ഞിട്ടുള്ളൂ, അതിനകത്ത് SDPI PFIക്ക് ഏതാണ് ഉണ്ടായിരുന്നത്? ഇല്ല, PFIക്ക് പാർട്ടി SDPI ആണെന്ന് എങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? അതിനകത്ത് പാർട്ടി എന്നാണ് പ്രത്യേകിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല SDPI എന്നുള്ളത്. അല്ലല്ല, അത് അതിനുശേഷം EDയുടെ കണ്ടെത്തൽ അങ്ങനെയാണ്. ED അതിനുശേഷം പറയുന്നുണ്ട് SDPI ആണ്. PFI അല്ലേ SDPI രൂപീകരിച്ചത്? അല്ല, അങ്ങനെ ED പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ED പറഞ്ഞാൽ പോലും, ഇനിയിപ്പോൾ SDPI എന്ന് മെൻഷൻ പറഞ്ഞാൽ പോലും ചെയ്താൽ പോലും നമുക്കറിയാം ED ഇത് കണ്ടെത്തണമെങ്കിൽ കോടതി വേണം.
കോടതി ഇത് അവരൊരു അന്വേഷണം കൊടുക്കുകയാണല്ലോ, ഇത് കോടതിയിൽ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. കോടതി അത് അംഗീകരിച്ചാൽ പോലും പിന്നീട് ഇത് ഇലക്ഷൻ കമ്മീഷനിൽ പിന്നെ അതായത് ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇമ്മ്യൂണിറ്റി മാത്രമാണ്, അതിന്റെ ബേസിലാണ് SDPI ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫണ്ടിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷന്റെ പേരിൽ വന്നിരിക്കുന്ന പണം, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് ഫണ്ട് വരുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് എത്ര നാൾ പറ്റും? യുവരാജ്, ED പറയുന്നത്